ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താ വെച്ചാൽ നോക്കാം. 26/3/25 കഥ. അതായത് ദേവയാനിയും നമ്മുടെ നയനയും അതുപോലെ ആദർശിൻ്റെ കൂടെ കാറിൽ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നയനേനെ വഴിയിൽ നിന്ന് കയറ്റി കൊണ്ടുവരികയാണ് ആദർശിനെ കാണുന്ന സമയത്ത് രണ്ടാളും രണ്ട് വഴിക്ക് പോവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് പറയും, പിന്നെ അമ്മ ഇവിടെ നല്ല വെജിറ്റബിൾ ജ്യൂസ് കിട്ടും, നമുക്കത് കുടിക്കാൻ അറിയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയും. അപ്പോൾ അവൻ പറയുന്നത് നല്ല ലിവറിനൊക്കെ നല്ലതാണ് അമ്മ പറയുമ്പോൾ എനിക്കല്ല, ലിവറിന് നിൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയും. അപ്പോൾ പറയും അതിന് ഭാര്യയ്ക്ക് ലിവറിനൊന്നും അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. അവളുടെ ലിവറിനല്ല, അവളുടെ തലയ്ക്കാണ് കുഴപ്പം, അതുകൊണ്ട് അവൾക്കത് വാങ്ങിച്ചു കൊടുക്കുക അറിയും. അപ്പോൾ പറയും എന്തിനാ അമ്മ എങ്ങനെയൊക്കെ പറയണേ എന്നറിയാം. അപ്പോൾ അവൾ ഇങ്ങോട്ട് ചിരിക്കും. അപ്പോൾ പറയാം കണ്ടോ അമ്മ എന്ത് പറഞ്ഞാലും അവൾ ചിരിക്കുകയുള്ളൂ എന്നറിയും. അപ്പോൾ എന്താണ് എന്തോ ഒരു ഡയലോഗും കൂടെ പറയുന്നുണ്ട്. നാളല്ലാത്തവർക്ക് എന്ത് കേട്ടാലും ചിരിക്കുന്നറിയാം. അപ്പോഴൊക്കെ നമ്മളെ നയനെങ്ങനെ നോക്കണം, ഒരു കള്ളക്കണ്ണോടുകൂടി നമ്മുടെ ദേവയാനീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് അനാമിക എവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജലജ ചായയും കൊണ്ട് വരുന്നതാണേ. അപ്പോൾ ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായ കൊടുക്കുമ്പോൾ വല്യമ്മ എവിടെയെന്ന് വയ്ക്കും, അറിയില്ല, ദേവടുത്ത് നടക്കാൻ പോയെന്നോ തോന്നുന്നു, ഇവിടെ കാണുന്നില്ല എന്നറിയും. അപ്പോൾ അറിയാം ഇത് പതിവില്ലാത്തതാണല്ലോ, എന്ത് പറ്റി അറിയുമ്പോൾ അറിയില്ല എന്നറിയും. അപ്പോഴേക്കും കാണാം ദേവയാനിയും നയനിയും ആദർശമൊക്കെ കൂടെ നടന്നിട്ട് കാറിൽ കയറി ഇങ്ങനെ നടത്താൻ കഴിഞ്ഞ് വരുന്നു. അതിൽ ഇവർ എല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. ദേവയാനിയും നയനിയും ഒരു മൂന്നാളും ഒരുമിച്ച് കണ്ടിട്ട്. അപ്പോൾ പറയും നിങ്ങൾ ഒരുമിച്ചാണോ നടക്കാൻ പോയത്? അപ്പോൾ നമ്മളെ നവ്യ അങ്ങോട്ട് വരും. അപ്പോൾ അറിയും ഞാൻ തനിച്ചാണ് പോയത്, പിന്നെ ആദർശ് വന്നത് അറിയാം. അപ്പോൾ നയനയും അറിയും, നയനയും ഇവരും നിങ്ങളുടെ വല്യമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു പറയും. എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തനിച്ചായിരുന്നു നടക്കാൻ പോയത്, പിന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നയൻ്റെ അടുത്ത് ഒഴുക്കി അറിയും ഞാൻ അമ്മ പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ കൂടെ പോയിരുന്നു, ഞാൻ അമ്മ പോണത് കണ്ടില്ല എന്നറിയും. നിങ്ങളെന്തിനാ അപ്പോൾ വല്യമ്മ നടക്കാൻ പോകുമ്പോൾ നിങ്ങളെന്തിനാ കൂടെ പോകുന്നത്? ഞാൻ പറഞ്ഞു എന്താ പോയാൽ എന്ന് ചോദിക്കും. അപ്പോൾ നയന അപ്പോഴേക്കും പറയും രണ്ടാളും നയന റോഡിലൂടെ നടന്നു, അമ്മ പാർക്കിൽ നടന്നു, ഞാനാണ് അമ്മയെ കൂട്ടിയിട്ട് വരുന്ന വഴിക്കാൻ നയനെ കണ്ടത് എന്നിങ്ങനെ ആദർശ് പറയും. അപ്പോൾ പറയും ഇനിയിപ്പോൾ അമ്മയുടെ കൂടെ നടന്നാൽ തന്നെ എന്ത് സംഭവിക്കാൻ പോകുന്നത് അറിയുമ്പോൾ ദേവേനെ പറയും എൻ്റെ കൂടെ ആരും നടക്കൊന്നും വേണ്ട, എനിക്ക് ആരുടെ സപ്പോർട്ടൊന്നും വേണ്ട നടക്കാൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും പിന്നെ വാ എന്നാൽ ചായ കുടിക്കാം എന്ന് പറയും നമ്മുടെ ജലജ. അപ്പോൾ പറയും എനിക്ക് അപ്പച്ചി ഉണ്ടാക്കിയ ചായയൊന്നും വേണ്ട, എനിക്ക് അമ്മ ഉണ്ടാക്കിയ ചായ മതി, അപ്പച്ചി ഉണ്ടാക്കിയ ചായ എന്ത് ധൈര്യത്തിലാണ് ഞാൻ കുടിക്കുക, എനിക്ക് അമ്മ ഉണ്ടാക്കിയ ചായ മതി എന്ന് പറയും. അപ്പോൾ കണ്ടോ പിന്നെ എന്താണ്, അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നയനെ ഇങ്ങോട്ട് പോകും, ഞാൻ പോയി ഫ്രഷായിട്ട് വരാറുണ്ട്. അപ്പോൾ ആദർശം പോകും. അപ്പോൾ നവ്യ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനിനെ തിളപ്പിക്കാൻ നോക്കുന്നതാണ് ജലജ. കണ്ടോ അമ്മയമ്മേനെ വീട്ടുവേലക്കാരിയാക്കി, ഞാൻ ഉണ്ടാക്കിയ ചായ കുടിക്കാൻ അവൾക്ക് വയ്യത്രേ, അമ്മേനെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇനി അമ്മ തന്നെ ഗ്ലാസ്സും കൊണ്ടുപോയി കഴുകി വെക്കേണ്ടി വരും എന്നൊക്കെ പറയും. എടുത്ത് കഴിക്കുന്ന നവ്യ പറയും വെറുതെ വല്യമ്മയെ അമ്മയെ തിളപ്പിക്കാൻ നോക്കണ്ട, നിങ്ങളെ സ്വഭാവമാണ് വിളിച്ചു പറയുന്നത്, അവൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടാർക്കും വേറെ ഒരു പണിയില്ലേ എന്ന് ചോദിക്കണേ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അങ്ങനെ പറയും ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവയാനിയും പോവുകയാണ് കേട്ടോ. അപ്പോൾ പറയും ജലജയും അനാമികയും കൂടി ഭയങ്കര ചർച്ചയിലാണ്. അപ്പോൾ ജലജ പറയും എനിക്ക് ഭയങ്കര സംശയമുണ്ട് കേട്ടോ, ദേവടുത്തിയുടെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അന്ന് ഞാൻ നോക്കുമ്പോഴേ ദേവടുത്തി അവൾക്ക് കഷായം കൊണ്ട് കൊടുക്കുന്നുണ്ട്, കഷായം കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ ഒരു പതർച്ച പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്നിങ്ങനെ ജലജ പറയൂ കേട്ടോ. അറിയില്ല, അവർ ഒന്നിക്കാതിരുന്നാൽ മതിയായിരുന്നു, ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നം തന്നെയല്ലേ, ഞങ്ങൾ ഒന്നിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ അനാമികയൊക്കെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനാമിക കെട്ടും പണമൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോകുന്നതാണ്. വീട്ടിൽ ചെന്ന് കയറുന്ന ഉടനെ പിന്നെ എന്താണ് കൺഫ്യൂഷനായി നമ്മുടെ രേവതി പറയും എന്താ മോളെ വന്ന് വയ്ക്കുമ്പോൾ ഒന്നുമില്ലമ്മേ ഞാൻ വെറുതെ വന്നതാണ്. അപ്പോൾ പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറയും. അപ്പോൾ എന്താ വയ്ക്കുമ്പോൾ വല്യമ്മ നടക്കാൻ പോയിരുന്നു, വല്യമ്മയും പിന്നെ അവളും പോയിട്ടുണ്ടായിരുന്നു, ഒരുമിച്ചാണോ പോയതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആദർശേട്ടൻ്റെ കൂടെയാണ് രണ്ടാളും തിരിച്ചു വന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ആദർശേട്ടൻ പറയുന്നുണ്ട് അവർ രണ്ടും രണ്ട് വഴിക്കാണ് നടന്നത്,
എന്നാണ്. വല്യമ്മ പക്ഷേ അവളെ കൂടെ അല്ല പോയത് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല എന്ന് പറയും. അപ്പോൾ പറയും ചിലപ്പോൾ അവളെ വല്യമ്മയോട് ദേവടുത്തിയോട് കൂട്ടുകൂടാൻ നോക്കാവും. വീട്ടിൽ നിന്ന് ഓളെ കൂടെ ദേവടുത്തിയോട് ചെന്ന് കഴിഞ്ഞാൽ ദേവടുത്തി വഴക്ക് പറയുന്നത് എല്ലാവരും കേൾക്കില്ലേ. അപ്പോൾ പുറത്തുനിന്ന് വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആരും കേൾക്കില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ പറയുക അറിയില്ല എന്താ പ്രശ്നം എന്ന് എനിക്ക് എന്താ അറിയില്ല, അവർ തമ്മിൽ ഒരുമിച്ചാൽ കഴിഞ്ഞു, അവർ തമ്മിൽ കൂട്ടുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ ഇതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നീ എങ്ങനെയെങ്കിലും അനിയായിട്ടൊന്ന് കൂട്ടുകൂടാൻ നോക്ക്, നീ അനിയായിട്ട് ഇങ്ങനെ അകന്ന് നിൽക്കാതെ എന്നറിയും. അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ഒന്നാമത് അവനോട് എനിക്ക് ഒട്ടും സ്നേഹമില്ല, തിരിച്ചും അങ്ങനെ തന്നെയാണ്. അവന് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ നന്ദു ചിക്കൻ ബോക്സായി കടന്ന സമയത്ത് അവളുടെ ചേച്ചിമാർക്കില്ലാത്ത സങ്കടമാണ് അവന് കണ്ടത്. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ മുഴുവൻ അവളാണ്. ഞാൻ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അമ്മയും അച്ഛനും പറയും പോലെ കുറച്ച് നാളും കൂടി അവിടെ പിടിച്ച് നിന്നിട്ട് പോരുന്ന വഴിക്ക് അതിൻ്റെ കോമ്പൻസേഷനായിട്ട് കുറച്ച് സ്വത്ത് വാങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെയും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാമല്ലോ. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അല്ലാണ്ട് ഞാൻ അവൻ്റെ കൂടെ കൂട്ടുകൂടാനൊന്നും പോകില്ല, അത് എന്തായാലും ഈ ജന്മത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ അവൾ ബാഗും തൂക്കി അകത്തേക്ക് പോകുമ്പോൾ ഇവർ രണ്ടാളും അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കി നിൽക്കും. കാരണം ഒരു രക്ഷയില്ല. അവളോട് നീ പ്രേമിക്കുക, നീ കെട്ട്, അത് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്നത് അവർ തന്നെയാണ്. എങ്ങനെയെങ്കിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വത്ത് കുറേ അടിച്ചു മാറ്റാമെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ അതൊന്നും ഇവർ പ്ലാൻ ചെയ്യണ പോലെ ഒന്നും നടക്കുന്നില്ല. അവിടുന്ന് എന്താവും പിന്നെ ഇങ്ങോട്ട് പോരും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശും കൂടെ പിന്നെ ഓഫീസിലേക്ക് പോണതാണേ. അപ്പോൾ നമ്മുടെ ദേവയാനി ടിഫിൻ ബോക്സും ടിഫിൻ കരിയർ ഇങ്ങനെ ഒരു ഇതിലിറക്കി കൊടുക്കുകയാണ്. പറയും ഇപ്പോൾ ധൈര്യമായിട്ട് മോളോട് ചോദിക്കാമല്ലോ കറികളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന്. മറ്റേതിങ്ങനെ ആകാംക്ഷയായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ എന്നുള്ളത്. ഇപ്പോൾ നേരിട്ട് ചോദിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശും പിന്നെ നയനയും കൂടെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ പറയും നീ ഭക്ഷണമൊന്നും കളയരുത്, എല്ലാം മുഴുവൻ കഴിക്കണം, എല്ലാം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണം ഇല്ലെങ്കിലും കഴിക്കില്ലേ അമ്മേ, ഭക്ഷണമൊക്കെ നല്ല രുചി പറഞ്ഞിട്ട് അവളെല്ലാം കഴിക്കാറുണ്ട് എന്ന് പറയും. കഴിച്ചാൽ മതി, ഭക്ഷണം ഇല്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും പിന്നെ ഞങ്ങളിന്ന് ഇറങ്ങട്ടെ എന്ന് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തോ ഇവിടെ പറയുന്നുണ്ട്, സോറി മറന്നുപോയി. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഓഫീസിൽ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മുടെ നയനയും ദേവയാനിയും കൂടെ മോൾ ഉച്ചയ്ക്ക് ഇറങ്ങില്ലേ എന്ന് ചോദിക്കുകയാണ് കൈ കൊണ്ട് ആക്ഷൻ. അപ്പോൾ ഇറങ്ങാം, ഞാൻ വിളിക്കാമെന്നൊക്കെ പറയുകയാണ് കൈ കൊണ്ട് കേട്ടോ. അപ്പോൾ ശരി അറിയാം. അപ്പോൾ ആദർശം മുന്നിൽ നടക്കുന്ന നയനെ പിന്നിലിങ്ങനെ നിന്നിട്ടാണ് ഇവർ കൈ കൊണ്ടുള്ള ഇത് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ആദർശ് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും നയനെ വേഗം ചെല്ലും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ തിരിഞ്ഞ് നിന്നിട്ട് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും അമ്മയും മരുമോളും ടാറ്റയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഓഫീസിലെത്തിയപ്പോൾ പിന്നെ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ എന്തോന്ന് ചെയ്യാം. അപ്പോൾ നയനെ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ ഞാൻ തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു എന്നറിയാം. അപ്പോൾ എന്താ ആദർശേട്ടാ നോക്കും. പിന്നെ എനിക്ക് വീട് വരെ ഒന്ന് പോകണമെന്ന് പറയും. എന്തേ ചോദിക്കട്ടോ. അല്ല അമ്മയ്ക്കും എനിക്കും കൂടെ ഒരു ഒരു അമ്പലത്തിലൊക്കെ പോവാണ്ട്, അപ്പോൾ പോകണം. ഏതമ്മയ്ക്ക്, ഇവിടുത്തെ അമ്മയ്ക്കോ അതോ പറയുക അമ്മായിയമ്മയുടെ കൂടെ എന്തായാലും ഞാൻ പോയില്ല, അമ്മയുടെ കൂടെയാണ് അറിയും. അപ്പോൾ നന്ദു പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, പിന്നെ ഒരു പർച്ചേസും ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ശരി എന്നാൽ നീ പോയിക്കോ, ഞാൻ വരണോ വയ്ക്കും, വേണ്ട പറയും. അപ്പോൾ നിനക്ക് പോകാൻ വരട്ടെ അറിയാം. അപ്പോൾ പറയും പൈസ ഒക്കെ ഉണ്ടോ കയ്യിൽ ചോദിക്കും. അപ്പോൾ പറയും പൈസ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഉണ്ടല്ലോ, അക്കൗണ്ടിൽ തന്നെ ഉണ്ടല്ലോ ധാരാളം, അത് മതി, അതല്ലാണ്ട് കയ്യിലെന്തെങ്കിലും വേണ്ടേ അറിയും. അത് സാരില്ല, ഞാനത് നിർത്തുള്ള കുഴപ്പമൊന്നുമില്ല അറിയാം, അത് പറ്റില്ലല്ലോ എന്ന് പറയും. അങ്ങനെ പറയും. ഞാൻ എല്ലാവർക്കും മാസം ശമ്പളം എല്ലാവർക്കും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു അക്കൗണ്ടിൽ, എല്ലാവരുടെ അക്കൗണ്ടിൽ കാശ് എടുത്തു. പക്ഷെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കാശ് ഇട്ടിട്ടില്ല, നമുക്ക് നേരിട്ട് തരാമെന്ന് വിചാരിച്ചു പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ നയനയുടെ ഫസ്റ്റ് സാലറി ആദർശ് കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ കയ്യിൽ കൊടുക്കുമ്പോൾ അവളിങ്ങനെ അറിയുന്ന ഇത് വാങ്ങുക അറിയാം. അപ്പോൾ പറയുക എന്തിനാ ആദർശേട്ടാ എനിക്ക് ശമ്പളം? അതല്ല, ഈ ശമ്പളം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിനക്കും, നീ നമ്മുടെ ഇവിടുത്തെ പിന്നെ ചീഫ് ഡിസൈനറാണ്, അപ്പോൾ നിനക്ക് അതിനനുസരിച്ചുള്ള സാലറി ഉണ്ട്. മാത്രമല്ല നീ എന്നോട് അനുവാദം ചോദിക്കൊന്നും വേണ്ട പുറത്തൊന്നും പോകാൻ, കാരണം നീ രാവും പകലും ഒരുപോലെ കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നീ എന്നോട് അനുവാദമൊന്നും ചോദിക്കേണ്ട പുറത്ത് പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറയും. നീ എന്തായാലും ഇത് വാങ്ങിക്കുക, എന്തായാലും വീട്ടിൽ പോയാലോ നമ്മുടെ കയ്യിൽ കൊടുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അവളുടെ ആദ്യത്തെ സാലറി നമ്മളുടെ ആദർശ് കൈ കൊടുക്കുകയാണ് നയനയ്ക്ക്. അപ്പോൾ പറയും ശരി എന്നാൽ നീ പോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ ശരി പറഞ്ഞിട്ട് അങ്ങനെ അവൾ അവിടുന്ന് ശമ്പളം വാങ്ങിയിട്ട് പോകുമ്പോൾ അവിടെ ദേവയാനി റോഡിൽ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അമ്മേ പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്താ മോളെ ചോദിക്കും.
കാറിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത്. അപ്പോൾ എന്താ മോളെ ചോദിക്കുമ്പോൾ പറയും, അമ്മ എനിക്കിന്ന് സാലറി കിട്ടി അറിയും. എനിക്കറിയായിരുന്നു, അത് ജയേട്ടനും ആദർശും പറഞ്ഞിരുന്നു എന്നോട് എന്ന് പറഞ്ഞു. അത് ശരിന്നിട്ടാണ് എന്നോട് മിണ്ടാണ്ടിരുന്നത് അറിയും. അപ്പോൾ അതല്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് പൊളിയില്ലേ, ആദർശ് പറഞ്ഞതല്ലേ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിയില്ലേ, അതാണ് ഞാൻ മിണ്ടാതിരുന്നത് അറിയാം. അപ്പോൾ അമ്മേ ഈ സാലറി അമ്മ മേടിക്കണമെന്ന് അറിയും. അതെന്തിനാ ചോദിക്കുമ്പോൾ ആദർശേട്ടനായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, അപ്പോൾ ആദർശേട്ടനല്ലേ എനിക്കത് തന്നത്, അതുകൊണ്ട് അമ്മ മേടിക്കണമെന്ന് പറയും. പറയും അത് വേണ്ട മോളെ ഇത്രയ്ക്കും ഇങ്ങനെ ഒരു കഴിവുള്ള ഒരാളാക്കി മരുത് വീട്ടിൽ അച്ഛനും അമ്മയിലും അവർക്ക് കൊടുക്കുക അറിയാം. അപ്പോൾ അറിയാം ഒരിക്കലും അമ്മയും അച്ഛനും അത് വാങ്ങില്ല. കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ളവർക്കാണ് ഇതിൻ്റെ അവകാശം എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും പറയുക. അവർക്ക് അതിനോടൊന്നും വലിയ ഇതില്ല, അതുകൊണ്ട് അമ്മ വാങ്ങണമെന്ന് പറയും. അപ്പോൾ പറയാം അത് വേണ്ട മോളെ, നീ എന്നെ കയ്യിൽ വെച്ചോ, എന്നിട്ട് ഇന്ന് നീ വീട്ടിൽ പോയിക്കോ, എന്നിട്ട് അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ അത് കൊടുക്കുക, എന്നിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് പതുക്കെ വന്നാൽ മതി പറയും. അപ്പോൾ നമ്മളെ കറക്കോ നിൽക്കും, ഞാനവിടെ കാത്തു നിൽക്കാം, മോളെ അങ്ങോട്ട് വന്നാൽ മതി, ഇപ്പം നമുക്കൊരു അമ്പലത്തിൽ പോകാമെന്നറിയും. ഏത് അമ്പലത്തിലാണ് അമ്മ പറഞ്ഞു? അതൊക്കെ ഉണ്ട്, നീ വാ ഞാൻ കാണിച്ചു തരാം പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണേ. അപ്പോൾ ഒരു കാട്ടിനുള്ളിലൊരു ക്ഷേത്രമാണ്. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കി താഴത്തേക്ക് നോക്കിയാൽ കാണാം. ഒരു ക്ഷേത്രമൊന്നുമില്ല, ഒരു ആൽമരച്ചുവട്ടിൽ ഇങ്ങനെ പ്രതിഷ്ഠകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ്, നിറയെ തോരണങ്ങളൊക്കെ കെട്ടിയിട്ട് ഉള്ളൊരു ഇതാണ്, ഒരു കാവ് പോലെയാണ്. അപ്പോൾ ഇവിടെയാണോ എന്ന് നോക്കുമ്പോൾ അതേ അറിയും. ഇവിടെ ഞാനും അമ്മയും എപ്പോഴും വരുന്നതാണ്. ഇവിടെ കുറേ പ്രായശ്ചിത്ത പൂജയൊക്കെ ഉണ്ട്. നമ്മളെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ വന്ന് പൂജ ചെയ്താൽ മതി, അതെല്ലാം മാറും, ദേവി മാറ്റി തരും, നല്ല ശക്തിയുള്ള ദേവിയാണ്. ഞാനമ്മ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഇവിടെ വന്ന് പൂജ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയും. ആണോ, അത് ശരി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറയും ഞാൻ ഇന്നലെ തിരുമേനി ഇവിടുത്തെ പൂജാരിനെ വിളിച്ചെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മോളോട് ഒരുപാട് അറിഞ്ഞും അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം, വാ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേവയാനി പിന്നെ ഇവളെ നയനേനെയും വിളിച്ചിട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇത് കുറ്റിക്കാട് പോലെയാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടോളം കൂടെ ഇറങ്ങി വരും. അപ്പോൾ പൂജാരി കാണുമ്പോൾ വന്നോ നിങ്ങൾ അറിയും. അപ്പോൾ വന്നു തിരുമേനി അറിയിട്ടോ. അപ്പോൾ പറയും ഇതല്ലേ മരുമകൾ എന്നറിയാം, അവരിവിടെ വരാറുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ പറയുന്ന ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭക്തർക്ക് നേരിട്ട് പൂജ ചെയ്യാം, അങ്ങനത്തെ ഒരു ക്ഷേത്രമാണിത് ഇവിടെ. അതുകൊണ്ട് നമ്മൾ എന്ത് പിന്നെ തെറ്റുകൾ പ്രായശ്ചിത്തമായിട്ട് മനസ്സിൽ വിചാരിച്ചാൽ അതിവിടെ ചെയ്താൽ മതി, എല്ലാം ദേവി പുറത്തോളും എന്ന് പറയും. അങ്ങനെ പൂജ ചെയ്തിട്ട് അയാൾ തട്ടം കൊടുത്ത് കൈ കൊടുക്കുക. അപ്പോൾ പറയും പിന്നെ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞോണ്ട് ഞാൻ എല്ലാം ഒരുക്കിയിട്ടുണ്ട്, എല്ലാം റെഡിയാണ്, നീ ചെയ്താൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാളോടും പ്രാർത്ഥിച്ചോളാൻ പറയും. അപ്പോൾ ദേവയാനി പറയും എൻ്റെ മരുമകളോട് ഞാൻ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എല്ലാം പുറത്ത് കൊടുക്കണം, എൻ്റെ മോൾക്ക് ആയുസ്സും ദീർഘായുസ് കൊടുക്കണം, ഒരുപാട് വർഷം എൻ്റെ മോനും ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുക. നയനി ഏതാണ്ട് അതൊക്കെ തന്നെ പറയുക കേട്ടോ. ഇതുപോലെ ഇന്നും സ്നേഹത്തോടെ എൻ്റെ അമ്മയുടെയും ആദർശത്തിൻ്റെയൊക്കെ കൂടെ ജീവിക്കാൻ പറ്റണേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ എന്നൊക്കെ തന്നെ അവളും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഈ പൂജാരി തട്ടം കൊടുത്തിട്ട് പറയും ആരതി ഒഴിഞ്ഞോളൂ ആദ്യം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മളുടെ ദേവയാനി ആരതി ഒഴിയാണ്. ആ സമയത്താണ് കനക ഓട്ടോറിക്ഷയിൽ വരുന്നത്. കാരണം സ്ഥിരം ഒരു ഇടയ്ക്ക് ഇന്ന് പൂജ ചെയ്ത് പോണ സ്ഥലമാണ്. അപ്പോൾ കനക അങ്ങോട്ട് വരും. കനക വരുമ്പോൾ കാറ് കാണുന്നുണ്ട്, അവിടുത്തെ മറ്റേ അനന്തപുരിയിലെ കാറ് കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചിട്ടാണ് വരുന്നത് ആൾ. അപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നയനേനെ ആരതി ഒഴിയുന്ന ദേവയാനിനെയാണ് കാണുന്നത്. അപ്പോൾ ആകെ അങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് നമ്മളുടെ കനക. എന്താണ് ഈ കണ്ടത്, സ്വപ്നമാണോ സത്യമാണോ, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാം. കാരണം ഒരിക്കലും ചേരാത്ത രണ്ട് വ്യക്തികൾ, കണ്ട കീരിയും പാമ്പിനെയും പോലെ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ അവിടെ നല്ല സ്നേഹമായിട്ട് നിന്നിട്ട് ഒരാൾക്ക് ആരതി ഒഴിഞ്ഞു കൊടുക്കുന്ന നല്ല മനോഹരമായ പിന്നെ സീനാണ് നമ്മുടെ കനക അങ്ങനെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുക. ഇത് എന്താ ഇപ്പം ഇത് കഥ, എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഇത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ ഒന്നും അറിയാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കനക കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിൻ്റെ കഥ എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് എന്നൊക്കെ വെച്ചാൽ ഇവരുടെ അമ്മായിയമ്മയുടെയും മരുമകളുടെയും ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അയ്യോ നല്ല രസം. അവരിങ്ങനെ എല്ലാവരെയും വെട്ടിച്ചും മറിച്ചും ഉള്ള അവരുടെ ആ അഭിനയമൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പത്രമാറ്റ് ആരും മിസ് ചെയ്യരുത്, എല്ലാവരും കാണുക. അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എന്താ പറയുക ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ പറയാനും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ ചെറിയ മിസ്റ്റേക്ക്
മിസ്റ്റേക്സൊക്കെ വരും. ചില നേരത്തൊക്കെ കഥ അവിടെ ഇവിടെയൊക്കെ മറന്നു പോകണേ. ഇത് ഇപ്പോൾ ശ്രദ്ധ പോകുമ്പോഴാണ് ഈ കഥ മറന്നു പോകുന്നത്. അത് എൻ്റെ കഥ പറച്ചിലിൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ കുറേ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്, സ്വാഭാവികം. അതുകൊണ്ട് നിങ്ങൾ അത് എന്നെ തീർത്തും അവഗണിക്കരുത് കേട്ടോ. ഒരു ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. ഞാൻ മാത്രമല്ല, എനിക്കൊരു അനിയത്തി കുട്ടിയുണ്ട്, സുഖമില്ലാത്ത കുട്ടിയാണ്, ബുദ്ധിക്ക് വളർച്ച കുറവാണ്, 42 വയസ്സായി. അവളുടെ കൈയും പിടിച്ചുള്ള ഓട്ടമാണ്. എവിടെ എത്തുമോ എന്തോ അറിയില്ല. അത്രയും കാലം എല്ലാവരുടെയും കൂടിയായിരുന്നു. അമ്മ മരിച്ചു, അതോടുകൂടിയൊക്കെ എല്ലാവരും അങ്ങനെ വേറിട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരുമില്ല. എനിക്ക് അവളേ ഉള്ളൂ, അവൾക്ക് ഞാനേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഓട്ടപ്പാച്ചിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കഥകൾ പറഞ്ഞിട്ട്, കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു വീഡിയോ എടുത്ത് തരും, അതൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. പിന്നെ കുറച്ച് ഏജ്ഡായി, 55 വയസ്സൊരു ഏജ് അല്ലാന്നാവും, 55-56 വയസ്സായി. എങ്കിലും ഓർമ്മകളൊക്കെ, ഈ മനസ്സ് ശരിയല്ലെങ്കിൽ നമ്മളുടെ മൈൻഡും ശരിയാവില്ലല്ലോ. അതായത് ഓർമ്മകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നിട്ട് നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവുക. അതുപോലെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശ്വരൻ എല്ലാവർക്കും എല്ലാ നന്മകളും തരട്ടെ. നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു.